ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും മനനം ചെയ്യുവാനും അതോടൊപ്പം സങ്കീർത്തനത്തിലെ ദിവ്യ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഭവമാകുവാനുമുള്ള ഒരു മാർഗമായി ഈ പഠനത്തെ ഞാൻ കാണുകയാണ്. ആധുനിക കാലഘട്ടത്തിലും സങ്കീർത്തനങ്ങളുടെ പ്രസക്തി കുറഞ്ഞിട്ടില്ല. വേദപുസ്തകം വായിച്ചു തുടങ്ങുന്നവർ ആദ്യമായി വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. കുഞ്ഞുങ്ങൾ ആദ്യം കാണാതെ പഠിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾ നമ്മളുടെ ബുദ്ധിക്കും ശക്തിക്കും ആത്മാവിനും ഉത്തേജകമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡിൽ 22-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമ്മൾക്ക് ധ്യാനപൂർവം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദാവീദിനാൽ വിരചിതമായതാണ് 22-ാം സങ്കീർത്തനമെന്ന് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നു. 31 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ന്യായപ്രമാണം പഠിക്കുന്നതോടൊപ്പം ഒരു യഹൂദൻ ആദ്യകാലം തൊട്ട് തന്നെ ഉരുവിട്ട് പഠിച്ചതും മനഃപ്പാഠമാക്കിയതുമായ ഒരു സങ്കീർത്തനമാണ്. ജീവിതത്തിലെ പ്രത്യേക വൈതരണികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ഒരു വിശ്വാസി ഈ സങ്കീർത്തനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഉഷസ്സിൽ മാൻപേട എന്ന രാഗത്തിലാണ് ഈ സങ്കീർത്തന കാവ്യം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ രാഗത്തിനും വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട്. ഉഷസ്സിൽ മാൻപേട എന്ന് പറയുമ്പോൾ ആ രാഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിലാപകാവ്യത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുമുണ്ട്. നൊമ്പരത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, കഷ്ടപ്പാടിൻ്റെ അനുഭവങ്ങളുണ്ട്. അതായത് ഹൃദയം തകർന്ന നിരാശയിലായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഹൃദയം പൊട്ടിയുള്ള ഒരു അഭയയാചനയുടെ എല്ലാ ടോണും അതിൻ്റെ അകത്തിലുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു മെലങ്കോളിക് ടോണാണ് അതിലുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പാടുന്ന പാട്ടുകൾക്ക് പോലും അർത്ഥവും വ്യാപ്തിയുമുണ്ട്. ഓരോ സാഹചര്യത്തിലും നമ്മൾ പാടുന്ന പാട്ടുകൾ വ്യത്യസ്തമാണ്. മരണവീട്ടിൽ പാടുന്നതും ഉത്സവാന്തരീക്ഷത്തിൽ പാടുന്നതും ധ്യാനാത്മകമായി പാടുന്നതും ഒക്കെ വ്യത്യസ്തമായ രാഗങ്ങളിലാണ്. മൺമേമാം ഈ ഉലകിൽ കാൺമതുമായ എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുമ്പോഴേ അറിയാം, ഈ പാട്ട് ഒരു വിലാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെതുമായ ഒരു ബാക്ക്ഗ്രൗണ്ടോടുകൂടിയുള്ളതാണ്. അപ്പം അതിൻ്റെ ടോൺ വേറെയാണ്. അതേസമയം ആഘോഷപൂർവ്വം സന്തോഷത്തോടെ പാടുന്ന പാട്ടിൻ്റെ ടോണ് വ്യത്യസ്തമാണ്. ആയതുപോലെ സങ്കീർത്തനങ്ങൾക്കും ഓരോ രാഗങ്ങളുണ്ട്. ഉഷസ്സിൻ മാൻപേട എന്ന രാഗം തീർച്ചയായിട്ടും വേദപണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സ് തകർന്ന നിരാശയുടെ, വേദനയുടെ, നൊമ്പരത്തിൻ്റെ ആ ഒരു മെലങ്കോളിക് ടോണ്, അതിനെ തീർച്ചയായിട്ടും ആ രീതിയിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു. യഹൂദന്മാർ 22-ാം സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ വിലാപം ഹൃദയപൂർവ്വം നടത്തുന്ന ഒരു പശ്ചാത്തലമാണ് ആ സമൂഹ ആരാധനയ്ക്കുള്ളത്. അതിനേക്കാളൊക്കെ ഉപരിയായി വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊരു വിശ്വാസ തീഷ്ണതയുണ്ട്. ആ തീഷ്ണതയുടെ നിറവോടുകൂടി നമ്മൾക്ക് ഈ സങ്കീർത്തനത്തെ പറ്റി പഠിക്കാം. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 22-ാം സങ്കീർത്തനം കർത്താവിൻ്റെ കഷ്ടാനുഭവ ധ്യാനമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ ആ നൊമ്പരത്തോടെയുള്ള യാചന, പ്രാർത്ഥന, പിതാവുമായിട്ടുള്ള സംഭാഷണം ഒക്കെയുമായി ബന്ധപ്പെട്ട് ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എന്നാൽ നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും എനിക്ക് സ്വസ്ഥതയില്ല.
ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിന്നിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു പുഴുവത്രേ, മനുഷ്യരാൽ അപമാനിതനും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം മലർത്തി തല കുലുക്കുന്നു. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ. അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ. നീയാണല്ലോ എന്നെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഗർഭാശയം മുതൽ നീ എൻ്റെ ദൈവമാകുന്നു. ഒരു വലിയൊരു പ്രാർത്ഥനയുടെ, അതായത് 22-ാം സങ്കീർത്തനം 31 വാക്യങ്ങളുള്ള ഒരു വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു ഭാഗം മാത്രമേ, ഒരു ഖണ്ഡം മാത്രമേ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടുള്ളൂ. ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന് ദൈവത്തോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, തൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും പങ്കുവെക്കുവാനുള്ള സാഹചര്യങ്ങൾ, അനുഭവപൂർത്തി, ഇതൊക്കെ ഈ ഓരോ വാക്കിലൂടെയും നമ്മൾക്ക് ലഭ്യമാകുന്നുണ്ട്. ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ, ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ തന്നെ പാടണമെന്നുണ്ടെങ്കിൽ, അവൻ കടന്നുപോയ ചില വേദനകളുടെ സാഹചര്യങ്ങളുണ്ട്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ രാജാവായിരുന്നു. രാജാവായിട്ടും പ്രതിസന്ധികൾ ഒത്തിരി വന്നു. കുടുംബത്തിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പ്രതിസന്ധികൾ വന്നു. ചെറുപ്പത്തിൽ കുടുംബത്തിൽ നിന്ന് അവൻ അർഹിക്കപ്പെട്ട വില കിട്ടിയില്ല. മറ്റ് സഹോദരങ്ങളൊക്കെ സമർത്ഥന്മാർ എന്ന് വിലയിരുത്തപ്പെട്ടപ്പോൾ അവനപ്പനായ ഇശ്ശായിയുടെ ആടുമാടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം വനാന്തർ ഭാഗങ്ങളിലും മറ്റും, മരുഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു. ഇസ്രായേലിന്റെ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ശമൂവേൽ പ്രവാചകൻ കടന്നു വന്നപ്പോൾ ഇങ്ങനെ ഒരു മകനുണ്ടെന്നുള്ള കാര്യം അപ്പനായ ഇശ്ശായി പോലും ശമൂവേൽ പ്രവാചകനോട് പറയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ മൂത്ത മക്കളെയൊക്കെ കണ്ടതിനു ശേഷം ഇവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമൂവേൽ പറഞ്ഞതിനും ശേഷം വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനി മറ്റു മക്കളുമെല്ലാം നിനക്കുണ്ടോ? ഇത്ര പേര് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഇശ്ശായി തന്നെ പറയുന്നത്, ഒരു മകനുണ്ട്, അവൻ ആടുമാടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. അതായത് അവൻ കഴിവുള്ളവനല്ല. ഇവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇവർക്ക് യോഗ്യതയില്ലെങ്കിൽ, ഇവരെ ദൈവം തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അവനെ ഒരിക്കലും തിരഞ്ഞെടുക്കുകയില്ല. കാരണം അവൻ കഴിവില്ലാത്തവനാണ്. അവനെ ഞാൻ ആകെ ഉപയോഗിക്കുന്നത് ആടുമാടുകളെ മേയ്ക്കുവാൻ വേണ്ടിയാണ്. അവൻ നല്ല കിന്നരവും വേണുവും വായിക്കുന്നവനായിരുന്നു. അവൻ വായിക്കുന്ന പാട്ടുകൾക്കും അവൻ ഊതുന്ന കിന്നരങ്ങൾക്കും സ്വന്തം അപ്പനോ അമ്മയോ സഹോദരങ്ങളോ നാട്ടുകാരോ വില കൊടുത്തിട്ടില്ല. എന്നാലും ദാവീദ് വെറുതെ ഇരുന്നില്ല. അവൻ ശക്തനായിരുന്നു. മരുഭൂമിയിൽ ആടുമാടുകളെ തകർക്കുവാൻ വന്ന ഹിംസ്ര മൃഗങ്ങളെ അവൻ ചീന്തിക്കളഞ്ഞിട്ടുണ്ട്. അവിടെയായിരുന്നപ്പോൾ മനോഹരമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദാവീദ് പാടിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനങ്ങളുടെ ഒരു പ്രത്യേകത, ആരും കേൾവിക്കാരില്ലാതെ, പിന്തുണയ്ക്കുവാൻ ആരുമില്ലാതെ സങ്കീർത്തനകാരന്മാർ വിവിധ സാഹചര്യങ്ങളിൽ പാടിയിട്ടുള്ള പാട്ടുകൾ പിന്നീട് ക്രോഡീകരിച്ച് ആരാധനയുടെ ഭാഗമാക്കി തീർത്ത ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചോണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന എല്ലാ വാക്കുകളും എല്ലാവരും കേൾക്കണമെന്നില്ല, ഉപദേശങ്ങൾ എല്ലാവരും സ്വീകരിക്കണമെന്നില്ല, പ്രസംഗങ്ങൾക്ക് എല്ലാവരും മൂല്യം നൽകണമെന്നില്ല, നമ്മൾ പാടുന്ന പാട്ടുകളുടെ മാഹാത്മ്യം തിരിച്ചറിയണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ മനോഹരമായി പാടുന്ന, പ്രസംഗിക്കുന്ന, പറയുന്ന ആ മനോഹാരിതയോടെ അല്ലാതെ പാടുന്ന പലതും, പ്രസംഗിക്കുന്ന പലതും ആഘോഷിക്കപ്പെടുന്നുണ്ടാകാം. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അർഹിക്കപ്പെട്ട പ്രാധാന്യത്തോടുകൂടി അവയൊക്കെ ഘോഷിക്കപ്പെടും. നമ്മൾ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ കേൾക്കുവാൻ തക്കവണ്ണം ആളുകൾ തിരഞ്ഞു ചെല്ലും.
അതുകൊണ്ട് ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അംഗീകാരം കിട്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ തിരിച്ചറിയുന്നില്ല എന്ന് ആരും പരാതിപ്പെടണ്ട. ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് വില നൽകുന്നില്ല എന്ന് ആരും പരാതിപ്പെടണ്ട. മൂല്യം നൽകുന്നവൻ അതിൻ്റെ മൂല്യം മനസ്സിലാക്കി ഇന്നും നാളെയുമായി അതിൻ്റെ പ്രാധാന്യം നൽകും. ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹൃദയം തകർന്നുകൊണ്ട് മറ്റു മനുഷ്യരോട് പങ്കുവെക്കാതെ ഒരു ഭക്തനും ദൈവവും മാത്രം നടത്തിയ ഒരു സംവേദനം ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ജീവിതത്തിലെ ഏതു ഭാഗത്തും അത് ഘോഷിക്കുകയാണ്. ആ വാക്കുകളെ സാക്ഷാൽ ദൈവം തമ്പുരാൻ ക്രൂസിന്മേൽ കിടന്നപ്പോൾ ആവർത്തിച്ച് ചൊല്ലി. ലോകം പ്രാധാന്യം കൊടുക്കാതിരുന്ന ചില വാക്കുകളും പ്രാർത്ഥനകളും സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യനായി വന്ന് ക്രൂസിൽ കിടന്നുകൊണ്ട് ഘോഷിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ? ദൈവം പോലും അതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇന്ന് നിരാശപ്പെട്ടവർക്കൊക്കെ അതൊരു പ്രത്യാശയുടെ ദൂതായി മാറിയിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്നുള്ള ഒരു ചോദ്യം കേൾക്കുമ്പോൾ ഭക്തിയുടെ നിറവിൽ നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്നവർ സംശയിക്കും. ഒരു വിശ്വാസിക്ക് അങ്ങനെ പറയാമോ? ഉപദേശങ്ങൾ ഒത്തിരി കൊടുക്കാനുണ്ട്. നമ്മൾ ആ ചിന്തയിലേക്ക് തന്നെ ഒന്ന് കടന്നു നോക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഈ ഒരു ചോദ്യം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാത്തവരായിട്ട്, ചോദിക്കാത്തവരായിട്ട് ആരും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾക്ക് യാതൊരു ഫോർമാലിറ്റികളും ഇല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ പരസ്യമായിട്ട് ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിലർ പറയണമെന്നില്ല. വചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ചില സാഹചര്യത്തിൽ ദൈവത്തോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പരസ്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, ആരാധനയുടെ ഭാഗമായി ചോദിക്കുന്ന ചോദ്യമല്ല, മറിച്ച് വ്യക്തിഗതമായി ചോദിച്ച ചില ചോദ്യമാണ്. അതും ഓർത്തോണം, ഒരു തവണയല്ല എൻ്റെ ദൈവമേ എന്നുള്ള വാക്ക് ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ പറയത്തില്ലയോ, ചില വാക്കുകൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിൽ ആഴമേറിയ ചില അർത്ഥങ്ങളുണ്ട്. ഇവിടെ ആഴമേറിയ വേദനയുടെ ഒരു തലമുണ്ട്. എന്നെ കൈവിട്ടത് എന്തേന്ന് ചോദിക്കുന്നത് ദൈവത്തോടാ ചോദിക്കുന്നത്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഒരു ഭക്തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണിത്. എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടത് എന്തെന്നല്ല, എൻ്റെ അമ്മ എന്നെ കൈവിട്ടെന്നല്ല, എൻ്റെ സഹോദരങ്ങൾ എന്നെ കൈവിട്ടെന്നല്ല, എൻ്റെ ചാർച്ചക്കാരെന്നെ കൈവിട്ടെന്നല്ല, ഞാൻ പഠിച്ച അറിവ് മറന്നുപോയെന്നല്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടെന്നല്ല. അതൊന്നും കൈവിട്ടു പോയാലും പ്രശ്നങ്ങളല്ല. മനുഷ്യൻ ചോദിക്കുന്നത് എൻ്റെ ദൈവം എന്നെ കൈവിട്ടതെന്തെന്ന. കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ, അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിലേക്ക് നോക്കിയാൽ, എൻ്റെ ദൈവമേ, നീയും കൂടി എന്നെ കൈവിട്ട് കളഞ്ഞു, നീയും കൂടി എന്നെ കൈവിട്ട് കളഞ്ഞു എന്നൊരു ആഴമേറിയ അർത്ഥം കൂടിയുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തേന്ന് പറയുമ്പോഴും വായിക്കുമ്പോഴും, എൻ്റെ ദൈവമേ, മറ്റുള്ളവരൊക്കെ എന്നെ മുൻപേ കൈവിട്ടു, മറ്റുള്ളവരൊക്കെ എന്നെ തിരിഞ്ഞു നോക്കാതായി, പക്ഷെ നീയും കൂടി എന്നെ കൈവിട്ടു. അത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആഴം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ വചനം കേട്ടുകൊണ്ട് ഹൃദയം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ വാക്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരത്തില്ല. രോഗത്തിൻ്റെ വേദന കൂടുമ്പോൾ അറിയാതെ നിലവിളിച്ചു പോകും, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു പോകും. ഉറക്കമില്ലാതിരിക്കുന്ന രാത്രിയിൽ വിളിച്ചു പോകും. മക്കളും മരുമക്കളും ജീവിത പങ്കാളികളും നിന്ദാവാക്കുകൾ പറയുമ്പോൾ അറിയാതെ വിളിച്ചു പോകും, എൻ്റെ ദൈവമേ, നീ ഇവരിൽ കൂടി എന്നെ കൈവിട്ട് കളഞ്ഞിരിക്കുകയാണോ? അവനെ ഞാൻ അടിപതറിക്കുമെന്ന് ശത്രു ശക്തമായി ഘോഷിക്കുമ്പോൾ, അകാരണമായി കുറ്റപ്പെടുത്തുമ്പോൾ, അവനെ കൊണ്ട് ഞാൻ ഇക്ഷ ഇണ്ണ ഇറ്റ ഇപ്പ വരയ്ക്കുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ, ഒരു സാധുവായ വ്യക്തി അറിയാതെ നിലവിളിക്കും, ദൈവമേ, എന്നെ ഇത്രമാത്രം ഉപദ്രവിക്കുവാൻ തക്കവണ്ണം നീ അവനെ കയറൂരി വിട്ടേക്കുവാണോ? എന്നെ നിനക്കൂടി വേണ്ടാതായോ? ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നറിയാം. അവൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. ഈ വാക്യം നമ്മളോട് സംവേദിക്കുകയാണ്. എന്നെ കൈവിട്ടതെന്തേന്ന് നമുക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല.
എൻ്റെ ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മളങ്ങനെയൊക്കെ ചോദിച്ചാലും കൈവിടത്തില്ല. വേദശാസ്ത്ര ചിന്തകളുടെയും ഭക്തിയുടെ പുറമൂടിയില്ലാതെയും ഒരു പച്ച മനുഷ്യനെ പോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്നുള്ള ഒരു ചോദ്യത്തിൽ ചില സമയത്ത് നമ്മളൊക്കെ അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. അങ്ങനെ ചോദിക്കുന്നവരെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ ചോദിക്കട്ടെ, അന്വേഷിക്കട്ടെ, വിളിച്ചു തന്നെ ചോദിക്കട്ടെ, ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടി തരേണ്ടത്, കൊടുക്കേണ്ടത് നമ്മളല്ല. ഒരു മനുഷ്യൻ ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. മോനെ, ദൈവം നിന്നെ കൈവിടത്തില്ല. കുഞ്ഞെ, ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. അതൊക്കെ വാക്കുകൊണ്ടുള്ള ചില ശക്തിപ്പെടുത്തലെന്ന് മാത്രമേ ഉള്ളൂ. കേൾക്കുന്നവൻ അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കണമെന്നില്ല. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം നിന്നോടൊപ്പമുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളോട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ, പഠിച്ചിട്ടും ജോലിയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുമ്പോഴും, എല്ലാ രീതിയിലും നന്നായി ജീവിച്ചിട്ടും വേദനകളിൽ കൂടി മാത്രം കടന്നു പോകുന്നവനോട് മോനെ നീ പ്രാർത്ഥിക്കണം, ദൈവം രക്ഷപ്പെടുത്തുമെന്ന് പറയുമ്പോഴും, ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്തവൻ ഉയർന്നുയർന്ന് ഐശ്വര്യം പ്രാപിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ വരുമ്പോൾ നീ കാത്തിരിക്കണം, നിനക്കും കിട്ടുമെന്ന് പറയുമ്പോഴും ഒക്കെ ദൈവാത്മാവിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല. അത് ദൈവാത്മാവിൽ തന്നെ പറയണം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം സംസാരിക്കും. ദൈവത്തോട് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ ദൈവം അതിന് മറുപടി കൊടുക്കും. മനുഷ്യരോട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യന് ചില മറുപടികൾ തരും. ഇഷ്ടമില്ലെങ്കിലും തുടർച്ചയായിട്ട് മുട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മറുപടികൾ പറയും. എന്തെങ്കിലുമൊക്കെ മറുപടികൾ ചുമ്മാതാണേലും പറയും. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കുമോ? പക്ഷെ അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്നുള്ള ചോദ്യം നമ്മുടെ കർത്താവ് ക്രൂസിന്മേൽ കിടന്നപ്പോൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അവൻ്റെ 7 തിരുമൊഴികളിൽ ഒന്നാമത്തെ മൊഴി, ഒന്നാമത്തെ പ്രാർത്ഥന ഇതായിരുന്നു: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടതെന്തേ. ദാവീദ് രാജാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മനോവേദനയോടും ഒരു രീതിയിൽ പറഞ്ഞാൽ കുറവോടും കൂടി പറഞ്ഞ അതേ വാചകം എന്നെ കൈവിട്ടതെന്തേ എന്ന് ദാവീദ് ആരോട് ചോദിച്ചോ അവൻ തന്നെ മനുഷ്യരൂപിയായി ചോദിക്കുകയാണ്, എന്നെ കൈവിട്ടതെന്തേ. മനുഷ്യന്റെ വാചകം ദൈവം തന്നെ ആവർത്തിക്കുകയാണ്. ദാവീദ് രാജാവ് ജീവിതത്തിലെ നിരാശയുടെ സമയത്ത്, വേദനയുടെ സമയത്ത് ആരോട് ചോദിച്ചുവോ, എങ്ങനെ ചോദിച്ചുവോ അതേ ചോദ്യം പുതിയ നിയമത്തിൽ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം വലിയവനായ ദൈവം ചോദിക്കുകയാണ്. തൻ്റെ പിതാവിനോട് ചോദിക്കുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. തമ്പുരാൻ അതിലൂടെ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുകയാണ്. പിതാവായ ദൈവം പുത്രനെ കൈവിട്ടിട്ടില്ല. അവൻ 3-ാം ദിവസം ഉദ്ധാനം ചെയ്തു. ലോകത്തോട് ചില കാര്യങ്ങൾ സംവേദിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയത്തിലും സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ട്, കരുതലുണ്ട്. അമ്മ മറന്നാലും കൈവിടാത്ത ദൈവമുണ്ട്. പെറ്റമ്മ മറന്നാലും കൈവിടാത്തവന് ഒരു ദൈവമുണ്ട്. പെറ്റ തള്ളയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട്. അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വീണ്ടും നമ്മൾ ഈ വേദവാക്യത്തിലോട്ട് നോക്കിയാൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അത് പറയുന്നവനും ഒരു കാര്യം ഉറപ്പാണ്, യാചിക്കുന്നവനും ഒരു കാര്യം ഉറപ്പാണ്. ദൈവത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്.
കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലയോ? കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ താലോലിക്കുന്നവരാ നമ്മൾ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുമ്പോൾ, അവരെ പിടിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ കൈ കുതറി ഓടാൻ നോക്കും. എടുത്തുകൊണ്ട് നടന്നാലും അവർ കരയും. കൂടെ കിടത്തുമ്പോഴും ചിലപ്പോൾ കരയും. അപ്പം മാതാപിതാക്കൾ ഒന്നുകൂടി താലോലം പാടും, ആശ്ലേഷിക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും. മാതാപിതാക്കൾ അവരെ കൈവിടുന്നില്ല. ഒരു പിഞ്ചു കുഞ്ഞ് അപ്പനും അമ്മയും ഉള്ളപ്പോഴും എല്ലാ മേഖലയിലും അവരെ സ്നേഹിക്കുമ്പോഴും ഉറക്കെ കരയുന്നത് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്തത് കൊണ്ടല്ല. എടുത്തുകൊണ്ടിരിക്കുമ്പോഴും കരയുന്നത് മാതാപിതാക്കൾ മറന്നു എന്നുള്ള അർത്ഥത്തിലല്ല. കുഞ്ഞുങ്ങൾ കരയും, പിന്നെയും പിന്നെയും കരയും. പിന്നെയും പിന്നെയും കരയുമ്പോൾ മാതാപിതാക്കൾ പിന്നെയും താലോലം പാടും. ഒരുപക്ഷെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേ എന്നുള്ള ചോദ്യവും ഈ കരച്ചിലും ഇപ്രകാരമുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടിയല്ലേ, ഇപ്രകാരമുള്ള ഒരു താലോലം ലഭ്യമാകാൻ വേണ്ടിയല്ലേ? മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ചില കുഞ്ഞുങ്ങളെ താഴെ കിടത്തിയാൽ കരയും, എടുത്തുകൊണ്ട് നിന്നാൽ കരയും, പക്ഷെ നടന്നാൽ കരയത്തില്ല. ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർ ചിരിക്കും. പഴയ കാലത്ത് കുഞ്ഞുങ്ങളെ താലോലിക്കുമ്പോൾ നല്ല താരാട്ടുപാട്ടുകൾ പാടുമായിരുന്നു. ഓമന തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ പാരി പൂർണേന്ദു തൻ്റെ നീലാവോ, പുത്തൻപാവീഴക്കൊടിയോ ചേറു തത്തകൾ കൊഞ്ചും മൊഴിയോ. ഈ താരാട്ടുപാട്ടുകളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു താല്പര്യമാണ്. ഇന്ന് വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കിട്ടുന്ന ടാബിലുമൊക്കെ ലഭ്യമാകുന്ന താരാട്ടുപാട്ടുകളും കുഞ്ഞുങ്ങളെ കളിപ്പിക്കുവാനുള്ള അനേകം മാധ്യമങ്ങളും വേറെയുണ്ട്. അതുകൊണ്ട് ഒരു രീതി പറഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കണം, എൻ്റെ ദൈവമേ, സങ്കീർത്തനക്കാരൻ അപ്രകാരം പ്രാർത്ഥിച്ചത് തമ്പുരാൻ്റെ മാർവിൽ ഒന്നുകൂടെ ആയിരിക്കണം, അവൻ്റെ ആശ്ലേഷം ഒന്നുകൂടെ കിട്ടണം, തമ്പുരാൻ്റെ മാർവിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം കൂടിയാണ് എന്നെ കൈവിട്ടത് എന്തേന്ന് ഒരു അന്വേഷണം. നമ്മൾ പറയത്തില്ലയോ പണ്ട് തൊട്ടേ, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയാറുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, അതായത് ആവശ്യപ്പെടുന്നവനെ ഒരു പ്രത്യേക രീതിയിലുള്ള സംരക്ഷണം കിട്ടത്തുള്ളൂ. കുഞ്ഞു കിടന്ന് കരയുന്നത് കാണുമ്പോൾ അമ്മ കെടുക്കും, പാല് കൊടുക്കും, താലോലം പാടും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളും ചിലപ്പോഴൊക്കെ കരയണം പ്രിയമുള്ളവരെ, നിലവിളിച്ചേ പറ്റത്തുള്ളൂ. വീണ്ടും ഓർത്തോണം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? ഇതിൽ മറ്റൊരു തലം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ദൈവം എന്നെ കൈവിട്ടു എന്ന് ഒരു വ്യക്തി വാക്കുകൊണ്ട് പറയുമ്പോൾ ആ വാക്കുകൾക്കപ്പുറമായ വേറൊരു തലം അതിലുണ്ട്. ഒരു വലിയ വിലാപ ഗാനം അതിൻ്റെ അകത്തിലുണ്ട്. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതുപോലെ ഒരു വലിയ വിലാപം നടത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റാരും കൈവിട്ടു എന്ന് ചോദിക്കുന്നില്ല, ബന്ധുമിത്രാദികൾ കൈവിട്ടു എന്ന് ചോദിക്കുന്നില്ല. കാരണം അവരോടാരോടും ചോദിച്ചിട്ട് കാര്യമില്ല. അവർക്ക് 100,000 കാര്യങ്ങളാണ്. സ്നേഹിതർക്കും സഹോദരങ്ങൾക്കും നമ്മുടെ കാര്യം മാത്രം നോക്കിയിരിക്കാനല്ല സമയം. അവരുടെ പല കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആണ്. അപ്പൊ എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശയുണ്ട്. ലോകത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ടെങ്കിലും എന്നെ ദൈവം കൈവിട്ടു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം. എൻ്റെ ദൈവവുമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ട്, ഒരു ശക്തിയും ബലവും എനിക്കുണ്ട്. അവിടെ അത്രമാത്രം ഒരു അക്സസിബിലിറ്റി എനിക്കുണ്ട്. അല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുമോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എനിക്ക് മെസ്സേജ് അയച്ചില്ല എന്നും ആരും പരാതിപ്പെടാറില്ല. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർ ബർത്ത്ഡേ വിഷ് ചെയ്തില്ലെന്നും നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ പരാതിപ്പെടുന്ന ആരെയാണെന്നറിയാമോ? നമ്മളുമായിട്ട് അത്രമാത്രം അറ്റാച്ച്ഡ് ആയിരിക്കുന്നവർ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നവർ. നമ്മളുടെ ഒരു ബർത്ത്ഡേ വന്നപ്പം വിളിച്ചില്ലെങ്കിൽ നമുക്ക് പരാതി, ഒരു രോഗം വന്നപ്പോൾ കാണാൻ വന്നില്ലെങ്കിൽ നമ്മൾക്ക് പരാതി, നമ്മളെ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ നമുക്ക് പരാതി, നമ്മൾ അങ്ങോട്ട് കരുതിയവർ, നമ്മൾ പല കാര്യങ്ങൾക്ക് ചെന്നവർ
നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ നമുക്ക് പരാതി. അപ്പോൾ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലോ അമേരിക്കൻ പ്രസിഡന്റോ അവരും മനുഷ്യരാണ്, ഞാനും മനുഷ്യരാണ്, അവരും ഞാനും ഒരേ ജാതിയിലും മതത്തിലും പെട്ടവരാണ്, അതുകൊണ്ട് അവരെന്നെ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ വെളിയിൽ വെച്ച് കണ്ടപ്പോൾ ചിരിച്ചു കാണിച്ചില്ല, ഞാൻ യാത്രയ്ക്ക് പോയപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ എന്നോട് മിണ്ടിയില്ല, ഇതൊന്നും നമുക്ക് പരാതിയില്ല. പരാതിയില്ലാത്തതിൻ്റെ കാരണം നമുക്ക് അവരുമായിട്ട് അത്രമാത്രമുള്ള അറ്റാച്ച്മെൻറ്റേ ഉള്ളൂ. അവർ മിണ്ടിയില്ലെങ്കിൽ നമ്മൾ പരാതിപ്പെടുന്നത് എന്തിനാ? നമ്മൾ അവർക്കും ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പോകുന്നില്ല. ചിലപ്പോൾ നമുക്കിഷ്ടപ്പെടുന്ന സിനിമാ നടന്മാരോ സാഹിത്യകാരന്മാരോ അവരുടെയൊക്കെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ വരുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനൊന്ന് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ റെസ്പോണ്ട് ചെയ്താലും നമ്മളുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നൊന്നും അവർ കാണണമെന്നുമില്ല. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, എൻ്റെ ദൈവം എന്നെ കൈവിട്ടു എന്ന് പറയുമ്പോൾ നമുക്കത്ര അടുപ്പമാണ്, നമുക്കത്ര അറ്റാച്ച്മെൻറ്റാണ്, നമുക്കത്രമാത്രം പരാതിയാണ്. ദൈവം എന്നോടൊപ്പം ഇല്ല എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ, ദൈവം എന്നെ കൈവിട്ടു എന്ന് തോന്നിയാൽ അത്ര നൊമ്പരമാണ്. ഒരു വ്യക്തിക്ക് ശ്വാസം കഴിക്കാൻ പറ്റാത്തതുപോലെയുള്ള ബുദ്ധിമുട്ടാണ്. ശ്വാസമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെയുള്ള ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പ്രതിസന്ധിയാണ്. അത് ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. വീണ്ടും ഒരു കാര്യം കൂടി ഓർത്തോണം, ദൈവമാണോ എന്നെ കൈവിട്ടത്, ഞാനാണോ ദൈവത്തെ കൈവിട്ടതെന്നും കൂടി ചിന്തിക്കണം. ആരാ കൈവിട്ടത്? ദൈവം നമ്മളെ മുറുകെ പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകും, ദൈവം എന്നെ കൈവിട്ടു. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാതെ പലപ്പോഴും മാറിപ്പോകുന്നത് നമ്മളല്ലേ. അതിൻ്റെ ഒരു വലിയൊരു സാക്ഷ്യം അതാണ്. ദൈവം ആരെയും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവൻ ആർക്കും കടക്കാരനല്ല. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മുടെ കരങ്ങൾ തെറ്റിപ്പോകുന്നതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതാണ് പ്രശ്നം. ആദാമിനോടൊപ്പം നടന്നവനാണ് ദൈവം. കരങ്ങൾ പിടിച്ച് ഹവ്വായോടൊപ്പം നടന്നവനാണ് ദൈവം. ആദാമിനെയും ഹവ്വായെയും ഇടത്തും വലത്തും ചേർത്ത് നടത്തിയവനാണ് ദൈവം. അകന്നു പോയത് അവരാണ്. വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്രേ, ഇപ്പോൾ അവർ ദൈവ മുൻപിൽ സേവയാം എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്തേ എന്ന ദാവീദിൻ്റെ ചോദ്യത്തിലൂടെ കൈവിടാത്ത ദൈവത്തെപ്പറ്റിയും ദൈവത്തോട് ചേർന്നിരിക്കേണ്ടതിൻ്റെ പ്രസക്തിയെപ്പറ്റിയും അനുദിന ജീവിതത്തിലെ അനുഭവങ്ങളെപ്പറ്റിയും കൂടുതലായി നാം ബോധവാന്മാരായി തീരണം. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.